ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ആണ്. 1ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക്. അപ്പം നമുക്ക് നോക്കിയാലോ. ഇത് ഇംഗ്ലീഷ് മീഡിയംകാരുടെ ടെക്സ്റ്റ് ബുക്കാണ്. മലയാളം മീഡിയംകാരുടെ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിയാലോ. നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 9 ഇറ്റ് ഈസ് ടൈം ആണ് കേട്ടോ. ചാപ്റ്റർ 9 പേരെന്താ? ഇറ്റ് ഈസ് ടൈം. അപ്പോൾ നോക്കാം. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശദീകരണം, അതുപോലെ ഇതിൽ വരുന്ന പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ്, അങ്ങനെ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നോക്കിയാലോ. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യണവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കിയാലോ. ഇറ്റ് ഈസ് ടൈം. നോക്കൂ, ഇറ്റ് ഈസ് ടൈമിൽ നമുക്ക് 2 പിക്ചേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യം രാത്രിയാണ്, അടുത്ത ആ കോഴി കൂവുന്നത് രാവിലെയാണ് കേട്ടോ. അപ്പോൾ ആ ഫസ്റ്റത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? അതിൽ നമുക്കൊരു ഔൾ അല്ലേ, മൂങ്ങേനെ കാണുന്നുണ്ട്. മൂങ്ങയുടെ പ്രത്യേകത എന്താ? മൂങ്ങയ്ക്ക് രാത്രി മാത്രമേ കണ്ണ് കാണൂ അല്ലേ. അതേപോലെ അവിടെ ഒരു ക്യാറ്റ് ഉറങ്ങുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഒരു കോഴി അല്ലേ, റൂസ്റ്റർ എന്നാണ് പൂവൻകോഴീനെ പറയുക കേട്ടോ. അപ്പോൾ റൂസ്റ്റർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൂവുന്നുണ്ട്. അപ്പം നമുക്ക് സാധാരണ വീടുകളിലൊക്കെ പണ്ട് എന്തുണ്ട്, കോഴികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പൂവൻകോഴി കൂവുമ്പോൾ നമുക്കറിയാം നേരം വെളുത്തു എന്ന് അല്ലേ. ഇപ്പോഴത്തെ കാര്യമല്ല, കുറച്ച് മുമ്പൊക്കെ എല്ലാവരുടെ വീടുകളിലും കോഴികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. മിയാസ് ഡയറി. ആദ്യം തന്നെ തന്നിരിക്കുന്നത് മിയയുടെ ഡയറിയാണ്. മിയയുടെ ഡയറി നോക്കാം നമുക്ക്. ജാനുവരി 1 വെനസ്ഡേയിലെ ഡയറിയാണ്. അപ്പോൾ മിയയുടെ ഒരു ദിവസം തുടങ്ങുന്നത് മൈ ഡേ. മോം വോക്ക് മീ അപ്പ് ഇൻ ദ മോർണിംഗ്. അമ്മ എന്ത് ചെയ്യുന്നു? രാവിലെ അവളെ എഴുന്നേൽപ്പിക്കുന്നു. ദെൻ ബ്രഷ്ഡ് മൈ ടീത്ത്. ദെൻ അവൾ പോയിട്ട് ബ്രഷ് ചെയ്യുന്നു. ദെൻ അതിന് ശേഷം ബാത്ത് ടുക്ക് മോർ ടൈം. കുളിക്കാൻ ഒരുപാട് സമയം എടുത്തിട്ട് ആ കുട്ടി കുളിക്കുന്നു. ശേഷം ഡാഡ് ഗേവ് മീ ദോശ ആൻഡ് ചട്നി. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കുന്നത് ആരാണ്? അച്ഛനാണല്ലേ. അച്ഛൻ അവൾക്ക് ദോശയും ചട്നിയും കൊടുക്കുന്നു. ശേഷം സ്കൂൾ ബസ്സിൽ അവൾ എന്ത് ചെയ്യുന്നു? സ്കൂളിലേക്ക് പോകുന്നു. സിൻസ് ഐ ടുക്ക് ദ സ്കൂൾ വാൻ ഐ റീച്ച്ഡ് സ്കൂൾ ക്വിക്ക്ലി. സ്കൂൾ വാൻ ഉള്ളത് കൊണ്ട് അവൾ വേഗം സ്കൂളിലെത്തി. വിത്ത് രേണുക ടീച്ചർ അൺടിൽ നൂൺ. ഉച്ചവരെ ആരുടെ കൂടെയാണ്? രേണുക ടീച്ചറുടെ കൂടെ സ്പെൻഡ് ചെയ്തു. ഫോർ ലഞ്ച് ഐ ഗോട്ട് മൈ ഫേവറേറ്റ് കറി. ഇറ്റ് വാസ് ടേസ്റ്റി. അപ്പോൾ ലഞ്ചിന്, ഉച്ചഭക്ഷണത്തിന് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാണ് അവൾക്ക് കിട്ടിയത്. അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഡ്യൂറിങ് ദ ആഫ്റ്റർനൂൺ ഐ ഡ്രൂ പിക്ചേഴ്സ് ഇൻ ദ മാത്സ് നോട്ട്ബുക്ക്. വൈകുന്നേരം അവരുടെ ആക്ടിവിറ്റി എന്തായിരുന്നു? നോട്ട്ബുക്കിൽ, മാത്സ് നോട്ട്ബുക്കിൽ കുറേ പിക്ചേഴ്സൊക്കെ വരച്ചു. ശേഷം ഇൻ ദ ഈവനിങ് ഐ പ്ലേഡ് ക്രിക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. പിന്നെ ഈവനിങ് ആയപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിച്ചു. അറ്റ് നൈറ്റ് വി ഹാഡ് ചപ്പാത്തി. രാത്രി ആയപ്പോൾ എന്താണ്? അപ്പോൾ സ്കൂളിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ രാത്രി വീട്ടിലാണ്. വൈകുന്നേരം ആകുമ്പോൾ നിങ്ങളെല്ലാവരും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകില്ലേ. വീട്ടിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ കളിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കും, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. രാത്രി ആയപ്പോൾ വി ഹാഡ് ചപ്പാത്തി. കഴിച്ചത് എന്താ? ചപ്പാത്തി കഴിച്ചു. 9 മണിയായപ്പോൾ അമ്മ പറയുകയാണ്, മോം ടോൾ സ്വീറ്റി ഇറ്റ്സ് 9 o'clock, ഗോ ടു സ്ലീപ്പ്. അപ്പോൾ എന്താ പറയണത്? 9 മണിയായി, പോയി കിടക്കൂ എന്ന് പറയും. ആര്? അമ്മ അല്ലേ. ശേഷം അടുത്തത് ഡയറി വിത്ത് പിക്ചേഴ്സ് ആണ്. നമുക്കൊരു ഡയറി ഉണ്ട് വിത്ത് പിക്ചേഴ്സ്. വാട്ട് ഓൾ തിങ്സ് ഡിഡ് മിയ സീ. മിയ എന്തൊക്കെയാണ് കാണുന്നത്? ടു വാട്ട് ഓൾ പ്ലേസസ് ഡിഡ് ഷീ ഗോ. അവൾ എവിടെയൊക്കെയാണ് പോകുന്നത്? വാട്ട് ഓൾ തിങ്സ് ഡിഡ് ഷീ ഡു. അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇതെല്ലാം നമ്മളൊരു ഡയറി ആക്കി അങ്ങ് എഴുതണം. അപ്പം നമുക്ക് നോക്കാം. എപ്പോഴും ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ഡേ കൊടുക്കണം, ഒരു ഡേറ്റ് കൊടുക്കണം. അപ്പം ഞാനിവിടെ സൺഡേ February 8 എന്ന് കൊടുത്തു. ഡയറി നോക്കാം. I woke up today and the house was very quiet. ബ്രഷ്ഡ് മൈ ടീത്ത് ആണ്. സ്പെല്ലിങ്ങിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. BR ആണ് ഫസ്റ്റ് വരിക. BRUSHED ആണ് കേട്ടോ. ഐ ബ്രഷ്ഡ് മൈ ടീത്ത് ആൻഡ് ഐ വെന്റ് ഔട്ട്സൈഡ് ടു ദ യാർഡ്. രാവിലെ എഴുന്നേറ്റു. അപ്പോൾ ഫുൾ നിശബ്ദമായിരുന്നു. ഞാൻ പല്ലെല്ലാം തേച്ചതിന് ശേഷം വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി. ഐ സോ മൈ മോം ആൻഡ് ഡാഡ് വാട്ടറിങ് ദ പ്ലാന്റ്സ്. അപ്പോഴാണ് അമ്മയും അച്ഛനും കൂടി ചെടിക്ക് വെള്ളം നനയ്ക്കുന്നത് ഞാൻ കണ്ടത്. ഐ ഹെൽപ്ഡ് ദം. ഞാൻ അവരെ സഹായിച്ചു.
ലേറ്റർ വി വെന്റ് ടു എ വെഡിങ്. ശേഷം ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയി. മൈ മോം, ഡാഡ് ആൻഡ് ഗ്രാൻഡ് ഫാദർ ഓൾ വെന്റ് ടുഗെദർ. ആരൊക്കെയാണ് പോയത്? അമ്മ, അച്ഛൻ, അതുപോലെ മുത്തശ്ശൻ, ഗ്രാൻഡ് ഫാദറും കൂടിയാണ് പോയത്. ഇൻ ദ ആഫ്റ്റർനൂൺ വി ഏറ്റ് സദ്യ വിത്ത് പായസം ആൻഡ് പപ്പടം. ഉച്ചയ്ക്ക് കഴിച്ചത് എന്താ? സദ്യ ആയിരുന്നു. പായസവും പപ്പടവും ഒക്കെ കൂട്ടി കഴിച്ചു. ഇറ്റ് വാസ് സോ യമ്മി. ഇൻ ദ ഈവനിങ് ഐ വെന്റ് ടു ദ പാർക്ക്. ഈവനിങ് ആയപ്പോൾ എവിടേക്ക് പോയി? പാർക്കിലേക്ക് പോയി. ഐ ഹാഡ് ഫൺ പ്ലേയിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ നല്ല സുഖമായിരുന്നു. അറ്റ് നൈറ്റ് ഐ വെന്റ് ടു സീ എ ഡാൻസ്. പിന്നെയോ രാത്രി ആയപ്പോൾ ഐ വെന്റ് ടു സീ എ ഡാൻസ്. ഒരു ഡാൻസ് പെർഫോമൻസ് കാണാൻ വേണ്ടി പോണു. ടുഡേ വാസ് എ വെരി ഹാപ്പി ഡേ. അപ്പം എന്താ പറയണ? ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. മൈ ഡയറി. വേർ ഡിഡ് യു ഗോ ലാസ്റ്റ് സൺഡേ? ലാസ്റ്റ് സൺഡേ നിങ്ങൾ എവിടെയാണ് പോയത്? വാട്ട് ഓൾ തിങ്സ് ഡിഡ് യു സീ? നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത്? റൈറ്റ് എ ഡേയ്സ് ഡയറി ഡിസ്ക്രൈബിങ് ഓൾ ദീസ്. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളൊരു ഡയറി എഴുതുക. ഡ്രോ പിക്ചേഴ്സും വരയ്ക്കുക. ഇപ്പോൾ ടുഡേ ഈസ് സൺഡേ. വാട്ട് ഷുഡ് ഐ ഡു? റൈറ്റ് ഇൻ മൈ ഡയറി. ഐ മസ്റ്റ് റൈറ്റ് ദ ടൈംസ് ടു ലൈക്ക് മോർണിംഗ്, നൂൺ, ഈവനിങ്, നൈറ്റ്. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം ഡയറി എഴുതണമെങ്കിൽ. അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഡേ ആൻഡ് ഡേറ്റ് കൊടുക്കുക. ഫെബ്രുവരി 1 സൺഡേ എന്ന് കൊടുത്തു. മോം വോക്ക് മീ അപ്പ് ഇൻ ദ മോർണിംഗ്, ബ്രഷ് ടു മൈ ടീത്ത് ആൻഡ് ഐ വെന്റ് ഔട്ട്സൈഡ് ടു ദ യാർഡ്. അമ്മ വിളിച്ചെണീപ്പിച്ചു, ബ്രഷ് ചെയ്തു ടീത്ത്. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. ഐ വാഷ് ടു മൈ ക്യാറ്റ് കിങ്ങിനി ഡ്രിങ്ക് ഹെർ മിൽക്ക്. അപ്പം ഞാൻ കാണുന്നത് എന്താണ്? എൻ്റെ ക്യാറ്റ്, എനിക്കൊരു പൂച്ച ഉണ്ട്. പൂച്ചയുടെ പേര് കിങ്ങിനി എന്നാണ്. കിങ്ങിനി പാല് കുടിക്കുന്നത് ഞാൻ കണ്ടു. ഫോർ ബ്രേക്ക്ഫാസ്റ്റ് വി ഹാഡ് ഇടിയപ്പം ആൻഡ് കറി. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ഇടിയപ്പവും കറിയുമായിരുന്നു. മൈ മോം, ഡാഡ് ആൻഡ് ഗ്രാൻഡ്മ ഓൾ ഈറ്റ് ടുഗെദർ. അമ്മയും അച്ഛനും ഗ്രാൻഡ് മദറും മുത്തശ്ശിയും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്. വി വെന്റ് ടു എ വെഡിങ് ടുഡേ. അതിനുശേഷം ഒരു വെഡിങ്ങിന് പോയി, ഒരു കല്യാണത്തിന് പോയി. ഫോർ ലഞ്ച് വി ഹാഡ് എ ബിഗ് മീൽ വിത്ത് പായസം ആൻഡ് പപ്പടം. ലഞ്ചിന് ഒരു വലിയ സദ്യ ആയിരുന്നു, പായസവും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് അല്ലേ. ഇറ്റ് വാസ് യമ്മി. ഇൻ ദ ഈവനിങ് ഐ പ്ലേഡ് വിത്ത് മൈ ഫ്രണ്ട്സ്. വൈകുന്നേരം ആയപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചു. ദെൻ ഐ സ്റ്റഡീഡ് ഫോർ എ ലിറ്റിൽ വൈൽ. ഫോർ ഡിന്നർ വി ഹാഡ് ചപ്പാത്തി. പിന്നെ കുറച്ചു നേരം പഠിച്ചു. ശേഷം ഞങ്ങൾ രാത്രി ആയപ്പോൾ ചപ്പാത്തിയും എഗ് കറിയും മുട്ടക്കറിയുമാണ് കഴിച്ചത്. ബിഫോർ ബെഡ് മൈ ഗ്രാൻഡ്മ ടോൾഡ് മീ സ്റ്റോറി അബൌട്ട് എ ഡിയർ. അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് ബെഡിൽ കിടന്നുകൊണ്ട് മുത്തശ്ശി ഒരു കഥ പറഞ്ഞു കൊടുത്തു അല്ലേ. ടുഡേ വാസ് എ വെരി ഹാപ്പി ഡേ. ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഇതാണ് ഡയറി. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് മാറ്റം വരുത്താവുന്നതാണ്. നെക്സ്റ്റ് വീക്ക് ഡേയ്സ് ആണ്. നമുക്ക് ആഴ്ചയിൽ എത്ര ദിവസങ്ങളാണുള്ളത്? 7 ഡേയ്സ് ആണ് അല്ലെ. ആ 7 ഡേയ്സിന്റെ പേരുകൾ വരുന്നൊരു പോയമാണിത്. നമുക്കിത് വായിക്കാം. ഡേയ്സ് ഓഫ് ദ വീക്ക്, ഓൾ 7 ഓഫ് ദം. 7 കേട്ടോ. വി വെന്റ് ടു സീ ദ കൊടകര പൂരം. സൺഡേ ഇൻ ഫ്രണ്ട്. അപ്പൊ സൺഡേ ആദ്യം വരും വിത്ത് പഫ്ഡ് അപ്പ് ചെസ്റ്റ്, മീക്ലി ഫോളോഡ് ബൈ ഓൾ ദ റെസ്റ്റ്. മൺഡേ ബോട്ട് മെനി മേക്കപ്പ് തിങ്സ്. നെക്സ്റ്റ് വരുന്ന മൺഡേ. Tuesday went for bangles and rings. Monday, then Tuesday. Wednesday and Thursday walked a lot, munching on the tidbits they had bought. Friday wanted something to wear. Upon Friday. Saturday went to buy some cool wear. As they walked merrily in the fairground, crackers burst with terrific sound. This gave the 7 friends such a scare. They climbed on a wall and stayed there. സോ ഇവിടെ നമുക്കിത് മണികണ്ഠൻ പന്തലൂറിന്റെ ഒരു പോയമാണിത്. അപ്പൊ ഇതിൽ നമുക്ക് വേണ്ടത് 7 ദിവസങ്ങളുടെ പേര്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്കൊരു കാലണ്ടർ തന്നിട്ടുണ്ട്. സേ ദ നെയിംസ് ഓഫ് ദ ഡേയ്സ് ഓഫ് ദ വീക്ക് ആൻഡ് റൈറ്റ് ദം ഡൗൺ. അപ്പം നമുക്കിവിടെ ജാനുവരി 2025 കാലണ്ടർ ആണ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ തന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ ചോദ്യം ഇതാണ്. ഹൗ മെനി ഹോളിഡേയ്സ് ഇൻ ജാനുവരി 2025? 2025 ജാനുവരിയിൽ എത്ര അവധി ദിവസങ്ങളുണ്ട്, ഹോളിഡേയ്സ് ഉണ്ട്? അപ്പം നിങ്ങൾ ഈ കലണ്ടർ നോക്കൂ. ഇതിൽ റെഡ് ലെറ്ററിൽ കാണുന്ന എല്ലാ ഹോളിഡേ ആണ് കേട്ടോ. എത്ര എണ്ണം നമുക്കൊന്ന് എണ്ണാം. 1 2 3 4 ഇവിടെയാണ്. 4 5 6 അല്ലേ. 4 5 6. അപ്പൊ 6 എഴുതുക ബോക്സിൽ. ഓൺ വിച്ച് ഡേ ആൻഡ് ഡേറ്റ് ഡസ് ന്യൂ ഇയർ സ്റ്റാർട്ട്? ഏത് ദിവസവും ഏത് ഡേറ്റിലുമാണ് നമ്മുടെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യണത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജാനുവരി 1 വെനസ്ഡേ ആണ്, ബുധനാഴ്ചയാണ് ന്യൂ ഇയർ. വെനസ്ഡേ, ജാനുവരി 1.
ക്ലീൻ സ്കൂൾ. ഓൺ സൺഡേ ദർ വാസ് എ മീറ്റിംഗ് ഇൻ ദ സ്കൂൾ ഫോർ പാരൻസ്. അപ്പം ഞായറാഴ്ച സ്കൂളിൽ പാരൻസ് മീറ്റിംഗ്, പാരൻസിന് വേണ്ടി ഒരു മീറ്റിംഗ്. ദ ക്ലീൻ സ്കൂൾ പ്രോഗ്രാം വാസ് ഇനോഗ്രേറ്റഡ് ഓൺ മൺഡേ. അപ്പോൾ ശുചിത്വ പ്രോഗ്രാമാണ് കേട്ടോ, സ്കൂൾ ശുചിത്വമായിട്ട് സൂക്ഷിക്കാനുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടി മൺഡേ ഇനോഗ്രേറ്റ് ചെയ്യുന്നു. ഇനോഗ്രേറ്റ് വാർഡ് മെമ്പർ വാസ് പ്രസന്റ്. അപ്പോൾ അതിന് വാർഡ് മെമ്പർ, ആ വാർഡിലെ മെമ്പർ ആരാണ്, അവർ പ്രസന്റ് ആണ് അവിടെ. ഓൺ ട്യൂസ്ഡേ പാം ലീഫ് ബാസ്കറ്റ്സ് വെർ മെയ്ഡ്. അപ്പോൾ ട്യൂസ്ഡേ എന്ത് ചെയ്തു, പാം ലീഫ് കൊണ്ടുള്ള ബാസ്ക്കറ്റുകൾ, കൊട്ടകൾ ഉണ്ടാക്കി. പിറ്റ്സ് വർ ഡഗ് ഓൺ വെനസ്ഡേ. കുഴിയൊക്കെ കുത്തിയത് വെനസ്ഡേ ആണ്. പോസ്റ്റർ ക്യാമ്പയിൻ ഓൺ തേഴ്സ്ഡേ. തേഴ്സ്ഡേ അവർ പോസ്റ്റർ ക്യാമ്പയിൻ നടത്തി. ഓൺ ഫ്രൈഡേ ഓൾ ദ പാരൻസ് ക്ലീൻഡ് അപ്പ് ദ സ്കൂൾ ആൻഡ് സറൗണ്ടിങ്സ്. അപ്പോൾ വെള്ളിയാഴ്ച പാരൻസ് എല്ലാവരും സ്കൂൾ ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്തു. ഓൺ സാറ്റർഡേ പഞ്ചായത്ത് പ്രസിഡന്റ് ഡിക്ലെയർ അവർ സ്കൂൾ എ ക്ലീൻ സ്കൂൾ. ശനിയാഴ്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളുടെ സ്കൂളിനെ ക്ലീൻ സ്കൂളായിട്ട് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി മൈ എക്സ്പീരിയൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 1 വീക്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, ഇതുപോലെ പലതും നിങ്ങളുടെ സ്കൂളിലും നടക്കും അല്ലേ, അപ്പം അത് നിങ്ങൾ എഴുതുക. റൈറ്റ് 1 നൈസ് തിങ് ദാറ്റ് ഹാപ്പൻ ഓൺ ഈച്ച് ഡേ ഓഫ് ദ വീക്ക്. അപ്പോൾ ഓരോ ദിവസവും നടന്ന സംഭവങ്ങൾ ഇന്ന് എഴുതുക. അടുത്തത് മന്ത് ഓഫ് എ ഇയർ ആണ്. അപ്പോൾ നമുക്കറിയാം ഈ വർഷത്തിൽ 12 മാസങ്ങളാണ്. ലുക്ക് അറ്റ് ദ കാലണ്ടർ ആൻഡ് ഫിൽ ഇൻ ദ നെയിംസ് ഓഫ് ദ മന്ത് ആണ്. ജാനുവരി 1 ആണ് നമ്മുടെ വർഷാരംഭം, ബിഗിനിങ് ഓഫ് എൻ ഇയർ. ഫെബ്രുവരി 2 ജാനുവരി കഴിഞ്ഞ അടുത്ത മാസം ഫെബ്രുവരി എന്നാണ് കേട്ടോ. ഈ 1, 2, 3 മന്തിന്റെ തീയതികളൊന്നും അല്ല, അത് മന്ത് നമ്പർ ആണ്. ജാനുവരി, ഫെബ്രുവരി, ദെൻ വരുന്നത് മാർച്ച്, ഏപ്രിൽ. ഏപ്രിലിൽ നിങ്ങൾക്ക് സമ്മർ വെക്കേഷൻ ആണ്. മെയ്, ജൂണിൽ സ്കൂൾ റീഓപ്പൺ ചെയ്യും. ദെൻ ജൂലൈ, ആഗസ്റ്റിൽ ഇൻഡിപെൻഡൻസ് ഡേ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ ചിൽഡ്രൻസ് ഡേ വരും, ഡിസംബറിൽ ക്രിസ്മസ്. ഓൺ വിച്ച് മന്ത് ഡു യു ഹാവ് ദ സമ്മർ വെക്കേഷൻ? നിങ്ങൾക്ക് സമ്മർ വെക്കേഷൻ ഏത് മാസമാണ്? ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നിങ്ങൾക്ക് വെക്കേഷൻ ആണല്ലേ. ഇനിയിപ്പോൾ എക്സാം ഒക്കെ കഴിയും, മാർച്ചിൽ സ്കൂളുകൾ ക്ലോസ് ചെയ്യുന്നു, നിങ്ങൾക്ക് വെക്കേഷൻ ആയി അല്ലേ. ഇൻ വിച്ച് മന്ത് ഇസ് യുവർ ബർത്ത്ഡേ? നിങ്ങളുടെ ബർത്ത്ഡേ ഏത് മാസമാണ് അത് നിങ്ങൾ എഴുതുക കേട്ടോ. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാസമായിരിക്കും നിങ്ങൾ ജനിച്ചത്, ആ ബർത്ത്ഡേ ഇവിടെ എഴുതുക. കളർ ദ മന്ത് ബ്ലൂ. ആ മാസം നിങ്ങൾ ബ്ലൂ കളറിൽ കളർ ചെയ്യുക. വിച്ച് ഇസ് ദ ലാസ്റ്റ് മന്ത് ഓഫ് എ ഇയർ? ഒരു വർഷത്തിന്റെ ലാസ്റ്റ് മന്ത് ഏതാണ്? ഡിസംബർ. അടുത്തത് നോക്കൂ, വിഷ് മന്ത്. നമ്മൾ ഇതെല്ലാം എഴുതണം കേട്ടോ, ആൻസർ ചെയ്യാനുള്ളതാണ്. ന്യൂ ഇയർ. ന്യൂ ഇയർ ബിഗിൻ ചെയ്യുന്നത് ഏത് മാസമാണ്? ജാനുവരി. റിപ്പബ്ലിക് ഡേ ഏത് മാസമാണ്? ജാനുവരി. ഇത് ഇംഗ്ലീഷിൽ എഴുതണം കേട്ടോ, അത് നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ മലയാളത്തിലായി പോയതാണ്. ജാനുവരി എന്നാണ്. ചിൽഡ്രൻസ് ഡേ എപ്പോഴാണ് വരിക? നവംബർ ആണ്. ഇതെല്ലാം ഇംഗ്ലീഷിലാണ്, മലയാളത്തിലേക്ക് മാറിയതാണ് നമ്മൾ ടൈപ്പ് ചെയ്തത്. ഞാനിവിടെ എഴുതുന്നുണ്ട് ഇംഗ്ലീഷിൽ, നവംബറിലാണ്. നെക്സ്റ്റ് നമുക്ക് ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തി ഒക്ടോബറിലാണ്. OCTOBER, ഒക്ടോബർ. നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ വരുന്നത് ഓഗസ്റ്റിലാണ്. AUGUST. നെക്സ്റ്റ് വരുന്നത് ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 4 സീസൺസ് ആണ്. സമ്മർ, സ്പ്രിങ്, റെയിനി, വിന്റർ. 4 സീസൺസ് ഏതൊക്കെയാ? സമ്മർ സീസൺ, സ്പ്രിംഗ് സീസൺ, റെയിനി സീസൺ, വിന്റർ സീസൺ. ജോയിൻ പിക്ചർ സൂട്ടബിൾ ടു ദ സീസൺസ് ആണ്. നമ്മൾ ഓരോ സീസണിലും ഓരോന്ന് ഉപയോഗിക്കാറുണ്ട്. ഈ കൊടയൊക്കെ പിടിച്ച് നടക്കുന്നത് റെയിനി സീസണിലാണ്, അപ്പോൾ റെയിനിലേക്ക് മാർക്ക് ചെയ്യുക. ഈ സ്വെറ്റർ പോലെയുള്ള കമ്പിളി കുപ്പായങ്ങളൊക്കെ നിങ്ങൾ ഇടുന്നത് സമ്മറിലാണ്, അപ്പോൾ സമ്മറിലേക്ക് മാർക്ക് ചെയ്യുക, തണുപ്പ് കാലത്ത്. സോറി, ഇത് സമ്മർ. ഒരു മിനിറ്റ്, അത് കുപ്പായത്തിൻ്റെ ആ ഒരു ഡ്രസ്സ്, ഒരു മിനിറ്റ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഞാൻ പറയാം. ഇത് സാധാരണ ഡ്രസ്സാണ്. അപ്പോൾ ഇതിപ്പം കമ്പിളി കുപ്പായൊന്നും അല്ല. നമ്മൾ സമ്മറിലേക്ക് ഇത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് തെറ്റാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. കമ്പിളി കുപ്പായം ആണെങ്കിൽ ഇത് മാർക്ക് ചെയ്യേണ്ടത് അതിലേക്കല്ല, വിന്ററിലേക്കാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ തണുപ്പ് കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ്. അതുപോലെ തന്നെ സമ്മറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വിഷറിയാണ് കേട്ടോ, വീശാൻ വേണ്ടിയിട്ട്. അത്
മാർക്ക് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്, ഞാൻ ഇവിടെ തിരുത്തി തരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പ്രിംഗ് സീസണിലാണ് പൂക്കളെല്ലാം പൂക്കുക, അത് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മാർക്ക് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾ ഇതിൽ വരുന്നത് നോക്കണ്ട. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, ഈ അംബർല മാർക്ക് ചെയ്യേണ്ടത് റെയിനിലേക്കാണ്, സ്വെറ്റർ തന്നെയാണിത്, ഈ സ്വെറ്റർ മാർക്ക് ചെയ്യേണ്ടത് വിന്ററിലേക്കാണ്. അതുപോലെ വിഷറി, നമുക്ക് ചൂട് വേനൽക്കാലത്താണ് വിഷറി വേണ്ടി വരിക, അത് സമ്മറിലേക്ക് മാർക്ക് ചെയ്യുക. പിന്നെ പൂക്കളെല്ലാം പൂക്കുന്നത് സ്പ്രിംഗ് സീസണിലാണ്, അത് സ്പ്രിംഗിലേക്ക് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമന്റുകൾ അറിയിക്കണം, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.